തൊയ്യബ് മീഡിയയിലേക്ക്, തൊയ്യബ് മീഡിയ യൂട്യൂബിലേക്ക് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് 90% നമുക്ക് ഉറപ്പിക്കാവുന്ന ബിഗ് ബോസിൽ വരാൻ സാധ്യതയുള്ളവരെയാണ്, സ്ഥാനമുറപ്പിച്ച മത്സരാർത്ഥികളെ നമുക്കൊന്ന് സംസാരിക്കാം. ഇതും പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നവർ തന്നെയാണ്. ആദിത്യൻ ജയൻ ആക്ടറാണ്, സീരിയൽ ആക്ടറാണ്. രണ്ടാമത്തത് ആക്ടറസ് ആണ് അനുമോൾ. മൂന്നാമത്തത് നമ്മൾ മുമ്പ് പറഞ്ഞ രേണു സുധി, ആക്ട്രസ് അല്ല, സുധിയുടെ പേര്. പിന്നെ ജസിൻ, ശാരിക ആങ്കർ, മസ്താനി ഒരു ആക്ടറസ് ആണ്. ഇവരെല്ലാം എന്തുകൊണ്ടും ഈ ബിഗ് ബോസിലുണ്ടാകാൻ സാധ്യതയാണ്. ഒരു 7 മത്സരാർത്ഥികളുടെ പേരാണ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ കൺഫേമായ 100% കൺഫേംഡായ സ്ഥാനം ഉറപ്പിച്ച മത്സരാർത്ഥികളാണ്. ഇതും പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളതാണ്. പിന്നെ അനുമോൾ ഉണ്ടാവും എന്നതാണ് പറയുന്നത്. പിന്നെ ജസിൽ ജാസി ട്രാൻസ്ജെൻഡറാണ്. രേണു സുധിയുടെ വൈഫ് എന്ന ഒരു വൈറലായിട്ട് അവരും ഉണ്ടാവും എന്നതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പിന്നെ ആദിത്യ ജയ് എന്ന് പറഞ്ഞ ഒരു സീനിയർ സീരിയൽ ആർട്ടിസ്റ്റാണ്. അനുമോളും അത്ര പ്രശ്നക്കാരിയൊന്നുമല്ല. രേണു സുധിൻ്റെ കാര്യം ഭയങ്കര വൈറലാണ്. ജസിൽ ജാസിക്ക് ഇപ്പോൾ ഒരുപാട് ശാരീരിക ആങ്കർ, വളരെ ഹൈപ്പറായി ടെൻഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ലേഡിയും കൂടിയാണ് ശാരിക. ആ ഒരു ഇൻ്റർവ്യൂ ആർട്ടിസ്റ്റ് ആണെങ്കിലും കുറച്ച് ഗൗരവത്തോടെ എടുക്കുന്ന, പിന്നെ നമുക്ക് തീരെ ഒരു അണ്ടർ എസ്റ്റിമേറ്റഡ് ആക്കാൻ ഒട്ടും പറ്റാത്ത വ്യക്തികളാണ് ശാരിക. അവരുടെ പെരുമാറ്റ രീതികൾ നമ്മൾ ഇൻ്റർവ്യൂകളിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെയാണ് ബിഗ് ബോസിനോട് സംസാരിക്കുന്നത്. അവർ ബിഗ് ബോസിലേക്ക് കയറിയാൽ ഏത് രീതിയിൽ പെരുമാറുമെന്നത് നമുക്കൊരിക്കലും, ജസിൽ ജാസിൻ്റെ കാര്യത്തിലും എനിക്കത് കൺഫേം അല്ല. കാരണം ഇവർ രണ്ടുപേരും എങ്ങനെയാണ് അതിൽ ഉണ്ടാകുക. പിന്നെ ഒരു ആർട്ടിസ്റ്റും കൂടി ഉണ്ടല്ലോ ഇൻ്റർവ്യൂ, അവർ തമ്മിൽ നല്ലൊരു പോരായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ ആർട്ടിസ്റ്റിൽ ചില 70% ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മസ്താനിയൊക്കെ 70%. ബിന്നി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ, സീരിയൽസ് ആക്ട്രസ് ആണ്. ബിന്നി സെബാസ്റ്റ്യൻ ആക്ടറാണ്, അദ്ദേഹം എന്തായാലും ഉണ്ടാവണമെന്നാണ്. ഇഷാനി ആക്ടറസ് ആണ്. ആരതി സുഭാഷ് ആക്ടറസ് ആണ്. ഇവരൊക്കെ 70% ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിരവധി പേരാണ് ഇപ്പോൾ പ്രാവശ്യം ഇതിൽ ഉള്ളത്. പിന്നെ നമ്മൾ ആറാട്ടെണ്ണൻ വരാൻ സാധ്യതയുണ്ട്. ബാലു എന്ന് പറയുന്ന നമ്മളെ ഉപ്പുമുളകും ഇതിൽ വരുന്നത്. നിരവധി പേർ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, നമുക്കൊക്കെ അറിയാവുന്ന കുറേ പേർ ഇൻ്റർവ്യൂറുകൾ തന്നെയാണ്. പിന്നെ കുറേ അധികം പേർ നമുക്കറിയാവുന്ന ബിഗ് ബോസ് 7 വരാനുള്ള മസ്താനി എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂറുണ്ട്. അവരും ഇതിൽ വരാൻ സാധ്യതയുണ്ട്. നിരവധി പേർ
നിരവധി പേരുണ്ട്. അബ്ദുൾ സമദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. വളരെ കുറേ പേർ ഇപ്രാവശ്യം ബോഡി ബിൽഡറായ ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരു കുറേ പേർ നമുക്ക് പറഞ്ഞു കഴിഞ്ഞതാണ്. ജസ്റ്റോയ് അങ്ങനെയൊന്നും പറഞ്ഞ് കുറേ പേർ, നിരവധി പേർ ഇപ്രാവശ്യം സാധ്യത കൂടുതലുള്ള ഒരു സീസൺ 7 തന്നെയാണ്. ഇതിനെല്ലാം ഉപരി ലാലേട്ടനാണ് ആങ്കർ ചെയ്യുന്നതെന്നാണ് നമുക്ക് വെൽ പ്ലാൻഡായി പറയാൻ പറ്റുന്നത്. മറ്റൊന്നും പ്ലാനിങ് അല്ല. ഇവരൊക്കെ ഉണ്ടാവും, ഇവരൊക്കെ സാധ്യതയുണ്ട് എന്ന് പറയുന്നെങ്കിലും ഇവരൊന്നും ഒട്ടും നമുക്കൊന്നും ഇതിൽ അക്സെപ്റ്റഡ് ആക്കാൻ പറ്റാൻ സാധ്യതയില്ല. എല്ലാവരും വരുമോ എന്നറിയില്ല. ചിലപ്പോൾ ശാരികയൊക്കെ വരുമ്പോൾ അതിൻ്റെ സീൻ വേറെ കോൺട്രവേഴ്സി ആയി മാറും. സ്ട്രാറ്റജിക്കൽ മൊമെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചില കമ്മ്യൂണിക്കേഷനാണ് മൊത്തത്തിൽ മാറി മറിയുക. അപ്പോൾ ബൈ ഫോർ